അത് CPM ഭംഗിയായിട്ട് വിനിയോഗിച്ചു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇയാൾ അന്ന് തന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ, ഈ തിരുവനന്തപുരത്ത് വന്നപ്പോഴും അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ മേലെ നിന്നുള്ള നിർദ്ദേശം, അയാളെ പിടിക്കേണ്ട നിർദ്ദേശമാണ് കൊടുത്തത്. കാരണം എന്താ, ഇത് 5-6 ദിവസം ഇങ്ങനെ ഓടട്ടെ, അയാൾ ഇങ്ങനെ പലത്ത് ഒളിച്ച് കഴിയട്ടെ, നമുക്ക് ഈ ഡിസംബർ 13 വരെ. അല്ല, ഇരയോട് അന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്നതാണ്. അതെ അതെ അതെ, മിക്കവാറും അത് നടത്തുമോ? ഒരിക്കലും ഇല്ല. ഇവനെ പോലുള്ള ഫ്രോഡുകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അത് ഈ പറഞ്ഞ പോലെ ഈ ഇരയെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമായിട്ട് മാത്രം തന്നെ കണ്ടാൽ മതി. ഈ പല ഇത്തരത്തിലുള്ള വിടന്മാരെ കാമുമാരും നടത്തുന്ന ഒരു പ്രകടനം അയാൾ നടത്തിയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോൾ ഈ ശബരിമല കൊള്ള എങ്ങനെയെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ തൽക്കാലത്തേക്ക് മായ്ച്ചു നിർത്തി ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യണം. കേരളത്തിലെ മാധ്യമങ്ങളും CPM വേണ്ടി വിടുപണി ഏറ്റെടുത്ത് ചെയ്തിരിക്കുകയാണ് അവരും ഇപ്പം. അല്ല, പക്ഷേ ഇത് CPM ചെയ്തതല്ലല്ലോ, ഇത് കോൺഗ്രസിന്റെ തന്നെ കഴിവുകേട് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന പീഡനവീരൻ കാരണമാണല്ലോ ഇത്രയും പ്രശ്നം. ആയിക്കോട്ടെ, സ്ത്രീ സുരക്ഷയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പരിഗണന എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് താമസികൾ അറസ്റ്റ് ചെയ്യാൻ? ഇയാളൊരു MLA അല്ലേ, ഇയാൾ അറസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും, വലിയ ക്രിമിനലൊന്നും അല്ലല്ലോ, എവിടെ പോയാലും ഐഡന്റിഫൈ ചെയ്യുന്ന ഒരാളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.